കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. അപ്പോൾ നമ്മളിന്ന് ഏകാദശാധ്യായം ഈ ദേവന്മാരുടെ സ്തുതി ആണ്. ആദ്യത്തെ ഒരു ശ്ലോകം മാത്രം സുമേധസ് മഹർഷി സുരഥനോട് പറയണതാണ് കേട്ടോ. ഋഷിരുവാചേണ പിന്നെയൊക്കെ ദേവാ ഊചു എന്നാണ്, ദേവന്മാർ പറഞ്ഞു എന്നാണ്. അപ്പം ഞാൻ ആദ്യത്തെ ശ്ലോകം വായിക്കാം. ദേവ്യാഹതേ തത്ര മഹാസുരേന്ദ്രേ സേന്ദ്രാ സുരാവന്യപുരോഗമാംസ്തം കാർത്യായനിം തുഷ്ടുവുമിഷ്ടലാഭാൽ വികാസി വക്ത്രം ശുവികാസിതാശാഹ. തത്ര മഹാസുരേന്ദ്ര, ആ സുംഭൻ, ആ അസുരന്മാരുടെ ഇന്ദ്രൻ ചൽ അസുരന്മാരുടെ നാഥനായിട്ടുള്ള സുംഭൻ ദേവ്യാഹതേ, ദേവിയാൽ കൊല്ലപ്പെട്ടപ്പോൾ സേന്ദ്രാഹ സുരാഹ, ഇന്ദ്രനടക്കമുള്ള എല്ലാ ദേവന്മാരും വന്യപുരോഗമാ, അതായത് അഗ്നിയെ മുന്നിൽ നിർത്തി, അതായത് അഗ്നി ജ്വലിപ്പിച്ചിട്ടെന്നർത്ഥം. താം കാർത്യായനിയും തുഷ്ടുവു, കാർത്യായനി ദേവിയെ അല്ലെങ്കിൽ ചാമുണ്ഡി ദേവിയെ അല്ലെങ്കിൽ ചണ്ഡികാ ദേവിയെ എന്നൊക്കെ പറയാം, സ്തോത്രം ചെയ്തു. പാർവതിയായിരുന്നു ശരിക്കും ആദ്യം. അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞില്ലേ, പൊന്നൂഞ്ഞാലിൽ ആടണ പാർവതിയാണല്ലോ കണ്ടത് ഈ ചണ്ടാമുണ്ടന്മാർ. പിന്നെ അതും തന്നെ പല ശക്തിയായിട്ട് വന്നിട്ടാണല്ലോ ഈ വധമൊക്കെ നടത്തിയത്. അപ്പോൾ കാർത്യായനി ദേവിയെ സ്തോത്രം ചെയ്തു. പിന്നെ പിന്നെന്താണ്, അതെ, വികാസി വക്ത്രാംശു ഇഷ്ടലാഭാത് വികാസി വക്ത്രാംശു വികാസിതാശാഹ തുഷ്ടുഹു, അതായത് ഇഷ്ടലാഭം, അതായത് ദേവന്മാർക്ക് അവരുടെ അഭീഷ്ടം സാധിച്ചു. എന്ത്, ഈ സുംഭനെയും നിസുംഭനെയും തോൽപ്പിച്ച് സ്വർഗം തിരിച്ചു കിട്ടുക എന്നായിരുന്നുള്ളൂ. അത് സാധിച്ചപ്പോൾ അതാണ് ഇഷ്ടലാഭം. അതുകൊണ്ടുള്ള സന്തോഷം കൊണ്ട് എന്തായി, വികാസി വക്ത്രാംശു വികാസിതാശാഹ, അങ്ങനെ അവരുടെ ആഗ്രഹം സാധിച്ചത് കൊണ്ടുണ്ടായിട്ട് ഉള്ള വികസിച്ച മുഖം. എങ്ങനത്തെ മുഖം? മുഖം വികസിച്ച്, സന്തോഷം കൊണ്ട് മുഖം വികസിച്ചപ്പോൾ ചന്ദ്രനെ പോലെ തോന്നുന്ന, അതാണ് അംശു, അതായത് വികാസി വക്ത്രാംശു. അവർക്കൊക്കെ അത്ര സന്തോഷമായി. ഈ ദേവേന്ദ്രനടക്കം എല്ലാ ദേവന്മാർക്കും അഭീഷ്ടം സാധിച്ചുല്ലോ. അപ്പോൾ മുഖം നല്ലോണം വികസിച്ച് ചന്ദ്രൻ്റെ മുഖം പോലെ ഭംഗിയായി, മുഖചന്ദ്രൻ എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ അംശു രശ്മികളാൽ, മനസ്സിലായില്ലേ, അങ്ങനെ പിന്നെ വികാസി വക്ത്രാംശു വികാസിതാശാഹ തുഷ്ടുവു, അതായത് അത്ര രശ്മി, അംശു പറഞ്ഞാൽ രശ്മിയല്ലേ, രശ്മികളാൽ ദിക്കുകളെ എന്ത് ചെയ്തു, പ്രകാശിപ്പിക്കുന്നവരായിട്ട് എന്താണ് ദേവന്മാർ സ്തോത്രം ചെയ്തു. അതായത് അത്ര അവർക്ക് സന്തോഷമായിട്ട് അവർ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കാർത്യായനി ദേവിയെ സ്തുതിച്ചു എന്നാണ്. തുഷ്ടുവു പറഞ്ഞാൽ സ്തുതിച്ചു. എന്തുകൊണ്ട് സ്തുതിച്ചു എന്ന് പറയണമെന്നാണ്, ഇഷ്ടലാഭാൽ, അവരുടെ ഇഷ്ടം സാധിച്ചതുകൊണ്ടേ. എന്നിട്ട് എങ്ങനെ ഇഷ്ടം സാധിച്ചുകൊണ്ടുള്ള സന്തോഷത്തോടു കൂടി വിടർന്ന മുഖത്തോടു കൂടി, അത്ര സന്തോഷത്തിൻ്റെ രശ്മികളിങ്ങനെ പിന്നെ ചന്ദ്രൻ്റെ രശ്മികൾ വരണ പോലെ അങ്ങനെ അത്ര സന്തോഷത്തോടെ സ്തുതിച്ചു എന്നേ അർത്ഥമുള്ളൂ കേട്ടോ. ഹൃഷ്യുവാച ദേവ്യാഹതേ തത്ര മഹാസുരേന്ദ്രേ സേന്ദ്രാ സുരാവന്യപുരോഗമാംസ്തം കാർത്യായനിം തുഷ്ടൂരിഷ്ടലാഭാദ് വികാസി വക്ത്രാംശു വികാസിതാശാ. ദേവാ ഊചു, ദേവന്മാരുടെ സ്തുതി തുടങ്ങുകയാണ്. അപ്പോൾ ശരിക്കുള്ള സ്തുതി കേട്ടോ. ദേവീ പ്രപന്നാർത്തിഹരേ പ്രസീദ പ്രസീദ മാതർ ജഗതോഖിലസ്യ പ്രസീദ വിശ്വാരണി പാഹി വിശ്വേശ്വരി എന്നുണ്ട് കേട്ടോ ചിലതിൽ. പ്രസീദ വിശ്വാരണി പാഹി വിശ്വം
ത്വമീശ്വരീ ദേവി ചരാചരസ്യ. എല്ലാവർക്കും അറിയണ, വളരെ അനവധി ആൾക്കാർക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളത്. അപ്പോൾ ദേവന്മാരെ എങ്ങനെയാണ് സ്തുതിച്ച് വാഴ്ത്തിയത്, എങ്ങനെയാണ് ദേവിയെ സംബോധന ചെയ്യണത്? പ്രപന്നാർത്തിഹരേ ദേവി പ്രസീത. അതായത് പ്രപത്തി അടയുന്നവർ, അല്ലെങ്കിൽ ശരണാഗതി. പ്രപത്തിയാണല്ലോ. പ്രപന്ന വെച്ചാൽ ആർത്തിഹരത്തിനായിട്ട്, അതായത് ദുഃഖശമനത്തിനായിട്ട് ആരാണ് ശരണാഗതി അടയുന്നത് ദേവിയെ, അങ്ങനെ ശരണാഗതി അടഞ്ഞവരെ രക്ഷിക്കുന്ന, അതാണ് പ്രപന്നാർത്തിഹരെ. അതായത് ഭഗവതിയെ ശരണാഗതി അടഞ്ഞവരുടെ ആർത്തി, ദുഃഖത്തിനെ ഹരിക്കുന്ന ദേവി പ്രസാദിച്ചാലും. അങ്ങനെയാണ് ദേവിയെ സംബോധന ചെയ്യണത്. ആരാണ് ദേവിയെ നമസ്കരിക്കണത്, അല്ലെങ്കിൽ ആരാണ് ദേവിയിലെ ശരണാഗതി അടഞ്ഞ് പ്രാർത്ഥിക്കണ, അവരുടെ ദുഃഖങ്ങളെ മുഴുവൻ നീക്കുന്ന ദേവി, ദുഃഖത്തെ നശിപ്പിക്കുന്ന ദേവി പ്രസാദിച്ചാലും. പ്രപന്നാർത്തിഹരേ ദേവി പ്രസാദിച്ചാലും. അഖിലസ്യ ജഗതഃ മാതാ പ്രസീത. മാത്രമല്ല ജഗജ്ജനനിയാണ്. അഖിലസ്യ ജഗതഃ മാതാ, അല്ലേ? മുഴുവൻ ജഗത്തിൻ്റെ മാതാവാണ്. അങ്ങനെയുള്ള ദേവി പ്രസാദിച്ചാലും, അല്ലേ? ജഗജ്ജനനി പ്രസാദിച്ചാലും എന്നർത്ഥം, ചുരുക്കം. വിശ്വാരിണി പ്രസീത. അതായത് ഈ വിശ്വത്തിനെ, അതായത് എന്താ അറിയോ, പ്രപഞ്ചകാരണരൂപിണിയാണ്. അങ്ങനെ വിശ്വാരിണിയും ഈ വിശ്വത്തിനെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ നടത്തുന്നതായതുകൊണ്ടാണ് കാരണരൂപിണിയായിട്ടുള്ള ദേവി പ്രസാദിച്ചാലും. ദേവി ത്വം ചരാചരസ്യ ഈശ്വരി. ദേവി അവിടുന്ന് സർവചരാചരങ്ങളും അടങ്ങുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരിയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രപഞ്ചത്തിൻ്റെ നാഥയാണ്, അല്ലേ? ഈ സർവചരാചരങ്ങളും അടങ്ങുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഈശ്വരിയാണ്. അങ്ങനത്തെ ദേവി വിശ്വം പാഹി. അങ്ങനെയുള്ള ദേവി ഈ പ്രപഞ്ചത്തെ മുഴുവൻ കാത്തരുളിയാലും അല്ലെങ്കിൽ രക്ഷിച്ചാലും എന്നാണ് പറഞ്ഞത്. അതായത് പാഹി വിശ്വം എന്നും കൂടി ഉണ്ട്. ഇവരെ മാത്രം എന്നല്ല പറയണത് കേട്ടോ. അതാണ് നല്ലൊരു പ്രാർത്ഥനയാണല്ലോ അത്. എന്നെ അനുഗ്രഹിക്കണേ, അല്ലെങ്കിൽ ഞങ്ങളെ അനുഗ്രഹിക്കണേ, എൻ്റെ കുടുംബത്തിനെ അനുഗ്രഹിക്കണേ എന്നല്ല, വിശ്വത്തിനെ മുഴുവനെ കാത്തു രക്ഷിക്കണം. കാരണം ജഗജ്ജനനിയാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ കാരണം ആയിട്ടുള്ള ആളാണ്. ആക്ച്വലി കാര്യം എന്ന് പറയാം, നമ്മൾ ഇങ്ങനെ ഭഗവാനെയാണ് കാരണമായിട്ട് എടുക്കണം വെച്ചാൽ കാര്യം എന്ന് പറയാം. അല്ലെങ്കിൽ ഭഗവതിയാണ് എല്ലാം, ബ്രഹ്മം തന്നെയാണെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ കാരണസ്വരൂപിണിയാണ്, ജഗജ്ജനനിയാണ്, അല്ലേ? എല്ലാ പ്രപത്തി അടയുന്നവരുടെ ദുഃഖത്തെ മുഴുവൻ ഹരിക്കുന്നവളാണ്. അങ്ങനത്തെ ദേവി, ഈ ലോകത്തിൻ്റെ മുഴുവൻ ഈശ്വരിയായിട്ടുള്ള ദേവി ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ കാത്തുരക്ഷിച്ചാലും എന്നാണ്. വളരെ നല്ല ശ്ലോകങ്ങളാണ്. ദേവാഊചു ദേവി പ്രപന്നാർത്തിഹരേ പ്രസീദ മാതർ ജഗദോഖിലസ്യ പ്രസീദ വിശ്വാരണി പാഹി വിശ്വം ത്വമീശ്വരീ ദേവി ചരാചരസ്യ. എല്ലാ ചരാചരങ്ങളുടെയും ഈശ്വരിയാണ്. എല്ലാ ചരാചരങ്ങളും അടങ്ങണ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരിയാണ്, അല്ലേ? ഇനി മൂന്നാമത്തെ ശ്ലോകം. ഒരു ഫോൺ വന്നതാണ്. ആധാരഭൂത ജഗതസ്ത്വമേകാ മഹീസ്വരൂപേണ യതസ്ഥിതാസി അപാം സ്വരൂപസ്ഥിതയാ ത്വയൈദദാപ്യായതേ കൃഷ്ണമലംഘ്യവീര്യേ. എങ്ങനെയാണ്? ത്വം മഹീസ്വരൂപേണ, അതായത് ഭഗവതി ഭൂമിദേവിയുടെ മഹീസ്വരൂപേണ, ഭൂമിദേവിയായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഭൂമിദേവിയും ഭഗവതി തന്നെയാണെന്ന് പറയാണ്. അതായത് ഭൂമിദേവിയായും സ്ഥിതി ചെയ്യുന്ന ആരാൽ? ഭവതിയാൽ സ്ഥിത. അസി തതഃ അസ്യ
ഈ ജഗതഹത്വം ഏക ആധാരഭൂതാന്ന്. ഭൂമിദേവിയുടെ സ്വരൂപത്തിലും വർത്തിക്കും ഭഗവതിയെ. അപ്പോൾ ഭൂമിദേവിയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭഗവതിയാൽ ഈ ജഗത്തിന് ആശ്രയം അവിടുന്ന് മാത്രമാണ്. അതായത് ഭഗവതി മാത്രമേ ഈ ജഗത്തിന് ആശ്രയമുള്ളൂ. ഭൂമിദേവിയും ആണല്ലോ, എല്ലാം ആണല്ലോ. ദേവി അല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ മുമ്പേ. അപ്പം ഭൂമിദേവിയും കൂടിയാണ്. അതിനാൽ ഈ ജഗത്തിന് ആശ്രയം വേറെ ആരുമില്ല. ഈ ജഗത്തിൻ്റെ സൃഷ്ടി സംഹാരം മാത്രമല്ല, ജഗത്തായി നിൽക്കണതും ഭൂമിദേവിയാണ്, അല്ലേ? ഈ ഭൂമി ആയിട്ട് നിൽക്കണതും. അപ്പം അങ്ങനെയുള്ള ഭൂമി മാത്രം, അങ്ങനത്തെ ദേവി തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഭൂമിക്ക് മുഴുവൻ ആധാരം. പിന്നെയോ അലംഘ്യവീര്യെ അപാം സ്വരൂപസ്ഥിതയാ, അതായത് അലംഘ്യമായ, ലംഘിക്കാൻ പറ്റാത്ത വീര്യത്തോടു കൂടിയ ദേവി ഭവതി. ജലസ്വരൂപേണ വാഴുന്ന ഭഗവതിയാണ് ഈ. അപ്പോൾ ജലരൂപിണിയും ഭഗവതി തന്നെയാണ്. അപ്പോൾ ജലരൂപിണിയായിട്ടും വാഴുന്ന ഭഗവതി ഈ സമസ്ത ജഗത്തിനെയും എന്താ ചെയ്യണം? അതെ, അപാം പറഞ്ഞ വെള്ളമാണല്ലോ. അപാം സ്വരൂപസ്ഥിതയാ, ജലസ്വരൂപിണിയായി നിൽക്കുന്ന ദേവി. അലംഘ്യവീര്യ, എങ്ങനത്തെ ദേവി? അലംഘ്യവീര്യം, ലംഘിക്കാൻ പറ്റാത്തത്ര വീര്യത്തോടു കൂടിയ ദേവി എന്താണ്? ഈ സമസ്ത ജഗത്തിനെയും വർദ്ധിപ്പിക്കുന്നതും ദേവിയാണ്. അതാണ്. അപ്പോൾ അതായത് ബലം കൊണ്ട് ഭഗവതി എല്ലാം ദേവിയാണെന്ന് തന്നെ പറയുകയാണല്ലോ. അപ്പോൾ നോക്കൂ, ഭൂമിദേവിയായിട്ട് ഭൂമിക്ക് മുഴുവൻ ആധാരമായി നിൽക്കുന്നു ഹേ ദേവി. ഭൂമിദേവിയുടെ രൂപത്തിൽ ഭൂമിക്ക് മുഴുവൻ ആധാരമായി നിൽക്കുന്നു ഹേ ദേവി. ജലസ്വരൂപിണിയായിട്ട് ഈ ലോകത്തിനെ വർദ്ധിപ്പിക്കാൻ, ജലമില്ലാണ്ട് ഒരു ജീവികളും ജീവിക്കില്ലല്ലോ. അപ്പോൾ ജലസ്വരൂപിണിയായിട്ട് ഈ ജഗത്തിനെ വർദ്ധിപ്പിക്കാനും ദേവി തന്നെയാണ് ആശ്രയം. അതാണ് പറഞ്ഞത്. അതുമാത്രമല്ല, എന്താ പറഞ്ഞത്? അലംഘ്യവീര്യാണ്. അപ്പം അത്ഭുതമില്ലാന്ന്, അതായത് ലംഘിക്കാൻ പറ്റാത്ത വീര്യത്തോടു കൂടിയതാണ് ദേവി. ഭൂമിദേവിയായിട്ട് ഭൂമിയുടെ മുഴുവൻ ആശ്രയമായി വർത്തിക്കുന്നു എന്ന് മാത്രമല്ല, ജലസ്വരൂപിണിയായിട്ട് ഭൂമിയിലെ എല്ലാറ്റിനെയും വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ആധാരഭൂതാ ജഗതസ്ത്വമേകാ മഹീസ്വരൂപേണ യഥസ്ഥിതാസി അപാം സ്വരൂപസ്ഥിതയാ ത്വയൈതദാപ്യായതേ കൃഷ്ണമലംഘ്യവീര്യേ. പിന്നെ കൃഷ്ണമപ്യായതേ, അതായത് വർദ്ധിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി ത്വം വൈഷ്ണവീ ശക്തിരനന്തവീര്യ വിശ്വസ്യ ബീജം പരമാസി മായ ത്വന്മോഹിതം ദേവി സമസ്തമേതത് ത്വം വൈ പ്രസന്ന ഭുവി മുക്തി ദൈവ. അപ്പം ഇതിൽ വൈഷ്ണവി തന്നെയാണ് പറഞ്ഞത് കേട്ടോ. അതായത് ഭഗവാൻ പുരുഷനായിട്ട് അങ്ങനെ ഒരു ശക്തിയായിട്ട് നിൽക്കണത്. പിന്നെ ഈ ലോകം മുഴുവൻ ദേവിയിൽ നിന്നാണ് ഉണ്ടാവണതല്ലോ. മായയിലത്തെ ഗുണങ്ങളിൽ നിന്നല്ലേ ജഗത്ത് മുഴുവൻ ഉണ്ടായത്. നമ്മൾ കണ്ടുല്ലോ അതല്ലേ. ത്രിഗുണാത്മികയായിട്ടുള്ള ദേവിയിൽ നിന്നാണ് ഈ ജഗത്ത് മുഴുവൻ ഉണ്ടായിരുന്നത്. അതാണ് ത്വം വൈഷ്ണവീ ശക്തി. ശരിയാണ്, വൈഷ്ണവീ ശക്തിയാണ്. യോഗമായാണല്ലോ, വിഷ്ണുമായാണല്ലോ. അതുകൊണ്ടാണ് വിഷ്ണു ശക്തി എന്ന് പറഞ്ഞത്. വൈഷ്ണവീ ശക്തിയാണ് ഭവതി. ആകയാൽ അനന്തവീര്യ. അതുകൊണ്ട് ഭഗവതിയുടെ വീര്യത്തിന് അനന്താണ്, ഇൻഫിനിറ്റാണ്, അത്ര വീര്യമാണ്. പിന്നെയോ വിശ്വസ്യ ബീജം. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണം ആരാണ്? ത്രിഗുണാത്മികയായ മായയാണ്. പക്ഷെ മായയ്ക്ക് ഇത് കൊടുത്തത് ഭഗവാനാണ്, അത്രയേ ഉള്ളൂ അല്ലേ. ആ എനർജി കൊടുത്ത് നോക്കിയതേ ഉള്ളൂ. പിന്നെ ത്രിഗുണങ്ങൾ അങ്ങോട്ട് എടുത്തല്ല, എല്ലാം സൃഷ്ടിച്ചതൊക്കെ ഭഗവതിയാണല്ലോ. അപ്പോൾ വിശ്വസ്യ ബീജം, പ്രപഞ്ചത്തിന് ഉള്ള ബീജമായിട്ട് തന്നെ കണക്കാക്കാം ഭഗവതിയെ. പരമമായ അസി, അതായത് ബ്രഹ്മാവിനെയും ശിവനെയും കൂടി മോഹിപ്പിക്കുന്ന തരത്തിൽ, എല്ലാവരെയും മോഹിപ്പിക്കുന്ന തരത്തിലുള്ള മായയാണതും ഭഗവതിയാണ്, യോഗമായ. മായയാൽ ബാധിക്കപ്പെടാത്തവരെ
മായാതീതനായിട്ടുള്ള ഭഗവാൻ മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ കണ്ടുല്ലോ. അപ്പോൾ ഭാഗവതത്തിലൊക്കെ കഥയിലൊക്കെ ഉണ്ടല്ലോ, എന്താ ബ്രഹ്മാവും കൂടി മായയാൽ മോഹിതനായി, എന്നിട്ടല്ലേ പിന്നെ വത്സസ്ഥയൊക്കെ വൈക്കുട്ടികളെ ഗോപന്മാരെ ഒളിപ്പിച്ച് വെച്ചതൊക്കെ ഭഗവാന്റെ ശക്തി അറിയാൻ മായ കൊണ്ട് പറ്റിയില്ല. അങ്ങനെയാണ്, മായ കൊണ്ടാണ് അത് പറ്റാതിരുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം മായയ്ക്ക് അധീനനല്ല ബ്രഹ്മാവൊന്നും. പക്ഷേ ഇടയ്ക്ക് ബ്രഹ്മാവിനെ പോലും മായ ബാധിക്കുന്നു. അതുപോലെ തന്നെ ശിവൻ്റെയും മോഹിനി ആയിട്ട് വന്നപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ബ്രഹ്മാവും ശിവനും കൂടിയും പിന്നെ ഈ യോഗമായയ്ക്ക് അതീതന്മാരല്ലാന്ന് കാണാം. അതാണ് പറയണത്. എന്താ അറിയോ, പരമമായ, അയ്യോ വല്ലാത്ത ശക്തിയാണ് മായയുടെ ശക്തി. പിന്നെ നമ്മുടെയൊക്കെ കാര്യം പറയാണ്ടോ. ദേവി സമസ്തം ത്വന്മോഹിതം, ഈ ജഗത്ത് മുഴുവൻ മായാമോഹിതമാക്കി വയ്ക്കുന്നത് ഈ യോഗമായയാണ് അല്ലേ. എല്ലാവരും മായയിൽ കിടന്ന്, മായ കൊണ്ടാണല്ലോ ഈ ജഗത്ത് മുമ്പിലേക്ക് പോകണം തന്നെ. ഈ ജഗത്ത് മുഴുവൻ, അതാണ് ദേവി സമസ്തം ത്വന്മോഹിതം, യോഗമായാൽ മോഹിക്കപ്പെട്ടതാണ് ഈ ജഗത്ത് മുഴുവൻ. ത്വം വൈ പ്രസന്നാ ഭുവി മുക്തിദ ഏവ. എന്നാലോ ഇങ്ങനെ ആൾക്കാരെ മായയിലിട്ട് കുഴയ്ക്കുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തുന്ന അതേ ദേവി തന്നെയാണ് മായെന്ന് മുക്തി നൽകണത്. എന്നിട്ട് എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെ അണച്ചാലും ഭക്തന്മാരിൽ പ്രസാദിച്ചാൽ എന്താ ഉണ്ടാവുക, അവർക്ക് ഈ ഇഹലോകത്തിൽ വെച്ച് തന്നെ ആ മോക്ഷം കൊടുക്കും. പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷം നൽകി അനുഗ്രഹിക്കുന്നതും ദേവിയാണ്. മായ കൊണ്ട് മോഹിപ്പിക്കുന്നതും ദേവി, മായയിൽ നിന്ന് നമ്മളെ കരകയറ്റാൻ സഹായിക്കുന്നതും ദേവി. എന്നിട്ട് മോക്ഷം കിട്ടാനും, അതല്ലേ അത്ഭുതം അല്ലേ. മായ കൊണ്ട് നമ്മളെ മോഹിപ്പിക്കണു, പക്ഷേ ഭഗവതിയെ ശരണാഗതി അടഞ്ഞാൽ മായയെ തരണം ചെയ്യാനും ഭഗവതി നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെ മോക്ഷത്തിന് അർഹരാക്കും എന്ന് പറയുകയാണ് കേട്ടോ. അതല്ലേ അത്ഭുതമല്ലേ. മായ കൊണ്ട് നമ്മളെ വലയ്ക്കണു, പക്ഷേ ആരാണ് ഭക്തന്മാർ, യഥാർത്ഥ ഭക്തന്മാർ, അതായത് ആത്മാർത്ഥമായിട്ട് ഭഗവതിയെ പ്രാർത്ഥിച്ച് ശരണാഗതി അടഞ്ഞവരെ ഈ മായെന്ന് കരകയറ്റാനും ഭഗവതി തന്നെയാണ്. എന്നിട്ട് മായയ്ക്ക് അതീതമായ ബ്രഹ്മത്തിനെന്നോ മഹാവിഷ്ണുവിലെന്നോ ഭഗവാനിലോ എത്തിച്ചേരാനും ഈ യോഗമായ തന്നെയാണ്. അപ്പം യോഗമായ നമ്മളെ സംസാരത്തിൽ വലിച്ചഴയ്ക്കാനും അതേപോലെ യോഗമായയുടെ അനുഗ്രഹം കൊണ്ട് സംസാരത്തിൽ നിന്ന് കരകയറാനും ഒരുപോലെ സഹായിക്കുന്ന ശക്തിയാണ് ഭവതി എന്ന് പറയുകയാണ്. അത് എന്ത് ശക്തിയാണ്? വൈഷ്ണവീ ശക്തിയാണ്, വൈഷ്ണവീ ദേവിയാണ് അല്ലേ. വൈഷ്ണു എന്നാണല്ലോ ഉണ്ടായത്. നമ്മളത് കണ്ടില്ല. പിന്നെ ഭാഗവതത്തിലൊക്കെ ഇപ്പോൾ അല്ല എന്താ പറയുക, ഇതിൽ തന്നെ നമ്മൾ കണ്ടുല്ലോ. പിന്നെ നമ്മൾ കംസൻ്റെ കഥയിലൊക്കെ കാണുമല്ലോ. ത്വം വൈഷ്ണവീ ശക്തിരനന്തവീര്യ വിശ്വസ്യ ബീജം പരമാസി മായ. മഹാമായ എന്ന പറയുന്നേ അല്ലേ നമ്മൾ. ത്വന്മോഹിതം ദേവി സമസ്തമേതത് ത്വം വൈ പ്രസന്ന ഭൂയി മുക്തി ദൈവ. പ്രസാദിച്ചാൽ മുക്തിയും തരും അല്ലേ. അപ്രസാദിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ഭഗവതര ഭക്തന്മാരായിട്ട് ശരണാഗതി അടയുക. അപ്പോൾ നമുക്ക് നമ്മളെ മായയ്ക്ക് വലിച്ചഴയ്ക്കാതെ പതുക്കെ പതുക്കെ കയറ്റിക്കൊണ്ടു, എന്നിട്ട് നമുക്ക് മോക്ഷം തരും. വിദ്യാ സമസ്താസ്തവ ദേവി ഭേദാ സ്ത്രിയ സമസ്താ സകലാ ജഗത്സു ത്വയൈകയാ പൂരിതമംബയൈതദ് കാതേ സ്തുതി സ്തവ്യപരാ പരോക്തി. എങ്ങനെയാണ് ദേവി നമുക്ക് മോക്ഷം നൽകുക എന്നാണ് കേട്ടോ. ഹേ ദേവി സമസ്താഹ വിദ്യാ തവ ഭേദാഹ. അല്ലയോ ദേവി, വിദ്യകളൊക്കെ സമസ്ത വിദ്യ, ഈ 64 കലകളും അല്ല വിദ്യകൾ എന്നൊക്കെ പറയുമല്ലോ നമ്മളെ, എല്ലാ വിദ്യകളും ഭഗവതിയുടെ രൂപം തന്നെയാണ്. എല്ലാ വിദ്യകളും ഭഗവതിയുടെ രൂപമാണ്. അതായത് ഇപ്പം നമ്മൾ ഇതൊക്കെ പറഞ്ഞല്ലോ, ഈ എന്താണ് സാഖ്യയോഗം, പിന്നെ ഭക്തിയോഗം, രാജയോഗം, അതൊക്കെ ജ്ഞാനയോഗം, അതൊക്കെ
ശബ്ദസ്വരൂപിണിയായിട്ടുള്ള ദേവിയുടെ വിവിധ സ്വരൂപങ്ങളാണെന്ന് പറയാലോ വേണമെങ്കിൽ, അല്ലേ? ഇപ്പം ഈ ശ്രുതിയൊക്കെ, എല്ലാ ശ്രുതികളും സ്മൃതികളും എല്ലാം ദേവി തന്നെയാണ്. കാരണം ശബ്ദസ്വരൂപിണിയാണ്. ശബ്ദമൊക്കെ വന്നത് ദേവിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ത്രിഗുണാത്മികമായിട്ടുള്ള ദേവിയിലത്തെ ത്രിഗുണത്തിൽ നിന്ന്, തമോ ഗുണത്തിൽ നിന്നാണ് ആദ്യം ശബ്ദം ഉണ്ടായത്. അപ്പോൾ ഭഗവതി ശബ്ദസ്വരൂപിണിയാണെന്ന് പറയാണ്. അതുകൊണ്ടാണ് പറയണത് അത്. അതായത് എല്ലാ വിദ്യകളും, ശബ്ദമില്ലാണ്ട് ഒരു വിദ്യ പഠിപ്പിക്കാനൊന്നും പറ്റില്ല ഒരാൾക്കും. അപ്പോൾ ശബ്ദരൂപിണിയായിട്ടുള്ള ദേവിയുടെ വിവിധ രൂപങ്ങളാണ് എല്ലാ വിദ്യകളും. പിന്നെയോ അതായത് അപ്പം വിദ്യ പറഞ്ഞാൽ അറിവാണല്ലോ. അപ്പോൾ വേദമൊക്കെ അറിവിനെ തരണ തന്നെ ശബ്ദസ്വരൂപിണിയായിട്ടുള്ള ദേവിയാണ് നമുക്ക് അറിവ് തരണത്. അതുകൊണ്ടാണ് മോക്ഷം. അറിവാണല്ലോ, ഞാൻ ആത്മാവാണ് എന്നുള്ള അറിവാണല്ലോ മോക്ഷം. അത് തരണതും ദേവിയാണ്. ജഗൽസു സകലാ സമസ്താ സ്ത്രീയ ദേവി തവ ഭേദ. ഇനി അത് മാത്രമല്ല, എല്ലാ വിദ്യകളും എന്താണ് ഭഗവതിയുടെ ശബ്ദസ്വരൂപിണിയായിട്ടുള്ള ദേവിയുടെ വിവിധ രൂപങ്ങളാണെന്ന് പറഞ്ഞു. ഇനി അത് മാത്രമല്ല, ഈ എല്ലാ ലോകങ്ങളിലും എന്താ പറയുക, ഇങ്ങനെ വാഴുന്ന സർവ്വ സ്ത്രീകളും, വിദ്യയോടുകൂടി വാഴുന്നതെന്ന് വേണമെങ്കിൽ പറയാം, സർവ്വ സ്ത്രീകളും ദേവിയുടെ രൂപങ്ങൾ തന്നെയാണ്. സകല സ്ത്രീകളും, അതായത് നല്ല സ്ത്രീകൾ പറയട്ടെ, അല്ലെങ്കിൽ വിദ്യ ധനം ഉള്ള സ്ത്രീകളെല്ലാം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആദ്യം വിദ്യാസ്വരൂപിണി പറഞ്ഞുല്ലോ. ഏതായാലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇപ്പം ഇതിലോട്ട്. പക്ഷേ സ്ത്രീയെ സമസ്താഹ സകല ജഗൽസു, എല്ലാ സ്ത്രീകളും. കാരണം ഭഗവതി സ്ത്രീ സ്വരൂപിണിയായിട്ടല്ലേ വന്നത്. അപ്പോൾ എല്ലാ സ്ത്രീകളും ഭഗവതിയുടെ സ്വരൂപം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ വിവേകാനന്ദൻ എല്ലാ സ്ത്രീകളെയും അമ്മയായിട്ടാണ് കണ്ടത്. അമ്പ എല്ലാ സ്ത്രീകളിലും ഭഗവതിയെ കാണണതേ. അങ്ങനെയൊക്കെ ഒരു കഥ ഉണ്ടല്ലോ. ഇവിടെ അമേരിക്കയിൽ ഷിക്കാഗോയിൽ വന്നപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയല്ല സോറി, എനിക്ക് അങ്ങേപ്പോലൊരു മകൻ ഉണ്ടാവാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, അങ്ങേ വിവാഹം കഴിച്ചാലല്ലേ അങ്ങയുടെ പോലൊരു മകൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങയുടെ ഛായയുടെ മകൻ എല്ലാം കൊണ്ടും. അപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞു എന്നാണല്ല, ഞാൻ ഓൾറെഡി നിങ്ങളുടെ മകനാണ് എന്ന് ധരിച്ചോളാൻ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ മകനാണ് മീൻസ് അതുകൊണ്ട് എന്താ ശരിക്ക് വിവേകാനന്ദൻ ഉദ്ദേശിച്ച എല്ലാ സ്ത്രീകളും എൻ്റെ അമ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ ആ നിലയ്ക്കാണ് ഇത് പറഞ്ഞത് കേട്ടോ. എല്ലാ സ്ത്രീകളും എന്താണ് ഭഗവതിയുടെ മൂർത്തിഭേദങ്ങൾ. അപ്പം എല്ലാവരും അമ്പയല്ലേ. പിന്നെയോ അതായത് എന്താ വെച്ചാൽ, ഈ സ്ത്രീകളല്ലേ ഇപ്പം നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കണം. അതായത് നമുക്ക് വംശവർദ്ധനവിനൊക്കെ പ്രസവമൊക്കെ സ്ത്രീകളാണല്ലോ. അപ്പോൾ അതൊക്കെ ഭഗവതിയുടെ സ്വരൂപമാണ്. കാരണം ഭഗവതി സൃഷ്ടിക്ക് സഹായിക്കുന്ന ആളാണെന്ന് പറഞ്ഞുല്ലോ. പുരുഷൻ്റെ പക്ഷെ സ്ത്രീയുടെ ഉള്ളിലാണല്ലോ എല്ലാം ഉണ്ടാവണം. ഏതുപോലെ ഭഗവാൻ എനർജി കൊടുക്കുമ്പോഴാണല്ലോ ഭഗവതി ഈ മായ ഇളകി മറിഞ്ഞ് പിന്നെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു കപ്പിളിനെ എടുക്കുക വെച്ചാലും പുരുഷൻ്റെ വീര്യം മാത്രം കിട്ടിയ ബാക്കി മുഴുവൻ സ്ത്രീയല്ലേ. അതേപോലെ ഭഗവാന്റെ വീര്യം മാത്രമേ യോഗമായയ്ക്ക് കൊടുത്തുള്ളൂ, വിഷ്ണുമായയ്ക്ക്. ബാക്കി മുഴുവൻ ചെയ്തത് വിഷ്ണുമായാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഉണ്ട് സ്ത്രീ സ്വരൂപിണിയാണെന്ന് പറയാൻ കാരണം. അതായത് സ്ത്രീ സ്വരൂപം സ്വീകരിച്ചിട്ടാണ് ഈ സംസാരത്തിന് മുമ്പോട്ട് കൊണ്ടുപോണത് ഭഗവതി. അമ്പയാ ത്വയാ ഏകയാ ഏതത് പൂരിതം. അമ്മേ, ഇവിടുന്ന് തന്നെയാണ് ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. തേ സ്തവ്യപരാ പരോക്തി സ്തുതി കാ. അങ്ങനെ ഭഗവതിയെ വാഴ്ത്താൻ ഏത് സ്തുതിക്കാണ് വേണ്ട പോലെ ഭഗവതിയെ സ്തുതിക്കാൻ പറ്റുക? ഏത് വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഏത് സ്തുതി ഉണ്ടാക്കിയാലും ഞങ്ങൾക്ക് വേണ്ടത്ര ഭഗവതിയെ പുകഴ്ത്താൻ അല്ലെങ്കിൽ സ്തുതിക്കാൻ പറ്റുമോ? ഏത് സ്തുതി കൊണ്ടാണ് പറ്റുക ചോദിച്ചാൽ എന്താ പറയുക അർത്ഥം? ഏത് സ്തുതി കൊണ്ടും പറ്റില്ല. അത്ര അതായത് സ്തുതികൾക്കൊക്കെ അതീതാണ്.
സ്തുതി അർഹിക്കണമെന്ന് ഒന്നും പറയാൻ വയ്യ. സ്തുതിക്ക് എത്രയോ അതീതം. അതായത് സ്തുതിച്ചിട്ടൊന്നും ഭഗവതിയെ നമുക്ക് വേണ്ടത്ര സ്തുതിക്കാൻ ഒരു സ്തുതി കൊണ്ടും സാധിക്കില്ല. അതായത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര മാഹാത്മ്യം ഉള്ള ഒരു ആളാണ് ദേവി. ബിയോണ്ട് കോംപ്രിഹെൻഷനാണ് എന്താ ദേവിയുടെ സ്നേഹവും കഴിവും വീര്യവും ബലവും ഐശ്വര്യവും ഒന്നും നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാനോ നമുക്ക് അചിന്ത്യമാണ്. അങ്ങനെ അചിന്ത്യമായിട്ടുള്ള ഒരു മാഹാത്മ്യം ഉള്ള ഒരു ദേവിയെ ഞങ്ങൾ ഏത് സ്തോത്രം എടുത്തിട്ടാണ് വേണ്ടത്ര തൃപ്തിയോടുകൂടി ഞങ്ങൾക്ക് ആ തൃപ്തിയായി ഭജിച്ചിട്ട് അല്ല സ്തുതിച്ചിട്ടെന്ന് തോന്നാൻ ഒരു സ്തോത്രം കൊണ്ടും ഒരു വാക്കുകൊണ്ടും ഞങ്ങൾക്ക് സാധിക്കില്ല എന്നാണ്. എന്നുവെച്ചാൽ അത്ര ഭഗവതിയോട് അത്ര വലിയ ഒരു എന്താണ് പറയുക, അത്ര നന്ദിയുണ്ട് അവർക്ക്. അപ്പോൾ അതന്നെ പറയണം, ദേവിയെ ശരിക്കും സ്തുതിക്കുക. ഇതിലൊന്നും എനിക്ക് വേണമെന്ന് പറയില്ല. ആദ്യത്തെ തന്നെ മുഴുവൻ വിശ്വത്തിനെയും കാത്തുരക്ഷിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടൊക്കെ ദേവിയുടെ മാഹാത്മ്യം പറഞ്ഞ് സ്തുതിക്കുകയാണ്. അതുകൊണ്ടാണ് അത്രേ ഈ സ്തുതിക്കൊരു പ്രത്യേകത പറയണത്. കാരണം നമ്മൾ ഇനി ഒന്ന് രണ്ട് ദിക്കിലൊക്കെ എന്തോ ആഗ്രഹം പറയുന്നുണ്ട്, പക്ഷേ മോസ്റ്റ് ശ്ലോകത്തിലൊക്കെ ദേവിയുടെ മാഹാത്മ്യത്തിനെ പറ്റി പറയുകയാണ്. അല്ലാതെ എനിക്കത് വേണം ഇത് വേണമെന്ന് പറയുകയല്ലോ. അപ്പോൾ അതിനൊരു അതായത് ഫലാപേക്ഷ കൂടാതെ ഭഗവതിയെ സ്തുതിക്കാൻ ഈ സ്തുതി വളരെ എന്താ പറയുക ഉത്തമമാണെന്ന് നമുക്ക് പറയാം. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഈ കണ്ട ശ്ലോകമൊക്കെ അങ്ങനെയല്ലേ. അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം കൂടിയും വിദ്യാസ്വരൂപിണിയും ശബ്ദസ്വരൂപിണി ആയതുകൊണ്ട് എല്ലാ വിദ്യകളെയും സ്വരൂപിണിയാണെന്നും പറഞ്ഞു. പിന്നെന്താ എല്ലാ സ്ത്രീ സ്വരൂപിണിയാണ് അല്ലെ, സൃഷ്ടിച്ച് സംഹാരമൊക്കെ നടത്തുന്നതല്ലേ യോഗമായ. അപ്പോൾ സ്ത്രീ സ്വരൂപിണിയാണ്. പിന്നെ എന്താ പറയുക, എല്ലാവരുടെയും അമ്മ തന്നെയാണല്ലോ അല്ലേ. ഈ ലോകം മുഴുവൻ ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജഗദംബയാണ്. അങ്ങനെയുള്ള അമ്പയെ ഞങ്ങളെങ്ങനെ സ്തുതിക്കും എന്നല്ലേ പറഞ്ഞാൽ വളരെ നല്ലതല്ലേ. വിദ്യാസമസ്താസ്തവ ദേവി ഭേദാ സ്ത്രിയ സമസ്താ സകലാ ജഗൽസു ത്വയൈകയാ പൂരിതമംബയൈതത്കാരേ സ്തുതി സ്തവ്യപരാ പരോക്തി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ.